ആറ്റിങ്ങൽ ആര് നേടും എന്ന ഏറ്റവും ഗൗരവമേറിയ ചോദ്യത്തിലേക്കാണ്, അതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോ കടക്കുന്നത്. അടൂർ പ്രകാശ് എന്ന സിറ്റിംഗ് എം പി കഴിഞ്ഞ തവണ LDFിൻ്റെ കരുത്തുറ്റ കോട്ടയായ ആറ്റിങ്ങൽ അട്ടിമറിച്ചുകൊണ്ട് അടൂർ പ്രകാശ് വിജയിച്ചു. ഇത്തവണ ആറ്റിങ്ങൽ MLA കൂടിയായ ജോയി അപ്പുറത്ത് LDFിന് വേണ്ടി മത്സരിക്കുമ്പോൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ മുരളീധരൻ ഇപ്പുറത്ത് NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. ആരാകും ആറ്റിങ്ങൽ പിടിക്കുക? തീർച്ചയായും സംസ്ഥാനത്തൊട്ടാകെ ത്രികോണ മത്സരം എന്ന് നമ്മൾ പല മണ്ഡലങ്ങളെക്കുറിച്ചും വിശേഷണങ്ങൾ നൽകി. തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ ആ പട്ടികയിൽ ഇടം നേടുന്നു. പത്തനംതിട്ട അതിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ കാണുന്ന യഥാർത്ഥ ത്രികോണ മത്സരം നടന്നൊരു മണ്ഡലം അത് ആറ്റിങ്ങലാണ്. കേരളത്തിലെ ത്രികോണ മത്സരത്തിൽ നമ്പർ 1 ആറ്റിങ്ങലാണ് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിശകലനത്തിലേക്ക് കടക്കുന്നത്. തുടക്കം തന്നെ ഒരു കാര്യം പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകുക. രാഷ്ട്രീയമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ്, അത് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ വിശദമായ വിശകലനത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇത്തവണ നടന്ന വോട്ടിങ്ങിനെ കുറിച്ച് ഒരു പരിശോധന നടക്കുകയാണ്. ഇത്തവണ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന ആരോപണം കേട്ടൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അടൂർ പ്രകാശ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് ഈ ആരോപണം ഉന്നയിച്ചത്. 1,62,000-ഓളം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നതാണ് അടൂർ പ്രകാശിൻ്റെ ആരോപണം. പലതവണ അടൂർ പ്രകാശ് വാർത്താ സമ്മേളനം നടത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാദം തള്ളിക്കളയുകയാണ് ചെയ്തത്. മറ്റ് പല മണ്ഡലങ്ങളെപ്പോലെ ആറ്റിങ്ങലിലും വോട്ടിംഗ് ശതമാനം കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 4% വോട്ടിംഗ് കുറഞ്ഞു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക കണക്ക്. അതായത് അതിന് പ്രധാന കാരണമായി അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടുന്ന, സിറ്റിംഗ് MP ചൂണ്ടിക്കാണിക്കുന്ന ഈ ഇരട്ട വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തങ്ങളുടെ ഇടപെടൽ മൂലമാണ് പലരും വോട്ട് ചെയ്യാതെ മാറി നിന്നു, പിടിക്കപ്പെടും എന്ന് കരുതി മാറി നിന്നു. അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എന്നതാണ്. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 25,363 വോട്ട് മണ്ഡലത്തിൽ കുറഞ്ഞു എന്നതാണ് ആകെയുള്ള കണക്ക്. എടുത്തു പറയേണ്ടത് LDFും NDAയും UDFും എല്ലാം തങ്ങളുടെ വോട്ട് പരമാവധി ചെയ്തിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അവിടെ ഇത്തവണ ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ട് 9,79,525 വോട്ടാണ്. അതായത് 25,000, നേരത്തെ പറഞ്ഞ പോലെ 25,000 വോട്ടിൻ്റെ കുറവുണ്ട്. ഇനി നമ്മൾ 2019 ഓരോ പാർട്ടികളും പോൾ ചെയ്ത അവർക്ക് ലഭിച്ച വോട്ടുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 2019 ആകെ 10,04,888 വോട്ടുകളാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടത്. അത് 74.4%. അവിടെ UDF സ്ഥാനാർത്ഥി 3,80,995 വോട്ടുകൾ നേടി. തൊട്ടടുത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നത്. 3,42,748 വോട്ട് നേടി LDF സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥി 2,48,81 വോട്ടുകൾ നേടി. ശതമാന കണക്കിൽ നോക്കിയാൽ 37.91% UDFിനും 34.11% LDFിനും 24.69% വോട്ട് NDAയ്ക്കും ലഭിച്ചു. നമ്മൾ എടുത്തു പറയേണ്ടത് NDAയുടെ ഒരു കഴിഞ്ഞ തവണത്തെ വോട്ട് വർധനയാണ് ആറ്റിങ്ങൽ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ NDA ആകെ 90,528 വോട്ട് നേടിയെങ്കിൽ 2019 എത്തുമ്പോൾ അത് 2,48,81 വോട്ട് എന്ന വമ്പൻ ഭൂരിപക്ഷത്തിലേക്ക്, അതായത് 10% നിന്ന് 24%ത്തിലേക്ക് NDA അവരുടെ വോട്ടുകൾ വർദ്ധിപ്പിച്ചു എന്നതാണ് ആറ്റിങ്ങലിൻ്റെ സാധ്യത വലിയ രീതിയിൽ കൂട്ടുന്ന ഒരു മണ്ഡലമായി മാറുന്നത്. ആറ്റിങ്ങലിനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ശതമാന കണക്കുകളിൽ നിന്ന് അപ്പുറത്തേക്ക് 38,247 വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് ലോക്സഭയിലേക്ക് പോയത് എന്നാണ് കഴിഞ്ഞ 1-2 വർഷത്തെ ആകെയുള്ള ചരിത്രമെടുത്താൽ ആറ്റിങ്ങലിൻ്റെ ഒരു ചരിത്രം.
2014 LDFിൻ്റെ ഭൂരിപക്ഷം, LDF കോട്ടയാണല്ലോ ആറ്റിങ്ങൽ, അവിടെ 69,378 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നാകെ പോള് ചെയ്യപ്പെട്ടത് പക്ഷേ 8,59,350 വോട്ടുകൾ മാത്രമായിരുന്നു. സമ്പത്തായിരുന്നു ആ തവണ ആറ്റിങ്ങലിൻ്റെ MP ആയിരുന്നത്. ആറ്റിങ്ങലിൽ പലതവണയായി ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സമ്പത്ത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇതൊക്കെയാണ് ആറ്റിങ്ങലിലെ ഒരു അടിസ്ഥാന കണക്കുകൾ. നമ്മളിനി ആറ്റിങ്ങലിലെ പ്രചരണവും അവിടെ ഉണ്ടായ വിഷയങ്ങളും അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ടാകുക, ആരിലേക്കാണ് വിജയം എത്തുക എന്നതാണ് പരിശോധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇരട്ട വോട്ട് ആരോപണമായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായി UDF ഉയർത്തിക്കൊണ്ടു വന്നത്. തൊട്ടിപ്പുറത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സിറ്റിംഗ് MLA കൂടിയായി വി ജോയി എത്തുന്നത്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. CPMനെ സംബന്ധിച്ചുള്ള വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയായിരുന്നു. CPMൻ്റെ പാർട്ടി മെഷീനറി മുഴുവൻ തിരുവനന്തപുരത്തല്ല ആറ്റിങ്ങലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു എന്നതായിരുന്നു അവരുടെ വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ഇക്കാര്യത്തിൽ പരാതി പറയുകയും തിരുവനന്തപുരത്തേക്ക് പിന്നീട് കൂടുതൽ അവർക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി CPMൻ്റെ ജില്ലാ സെക്രട്ടറി വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും. NDയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് വി മുരളീധരൻ എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനാണ് 2,42,000 വോട്ടിലേക്ക് എത്തിച്ചതെങ്കിൽ വി മുരളീധരനും കേരളത്തിലെ മികച്ച സ്ഥാനാർത്ഥികളിൽ ഒന്നാണ് എന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മൾ കഴക്കൂട്ടത്തൊക്കെ അദ്ദേഹം നിൽക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനുമായി 2ാം സ്ഥാനത്ത് അദ്ദേഹം എത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. വി മുരളീധരൻ്റെ ഒരു പ്രത്യേകത, വി മുരളീധരൻ നേരത്തെ തന്നെ തൻ്റെ ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കുക എന്ന് ഉറപ്പിക്കുകയും ആ മണ്ഡലത്തിൽ വീടെടുത്ത് താമസിച്ചുകൊണ്ട് അവിടെ കൃത്യമായി അവിടുത്തെ കീ വോട്ടർമാരെ കണ്ട് ബന്ധം സ്ഥാപിച്ച് അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ശ്രമിക്കുന്നൊരു നേതാവ് കൂടിയാണ് വി മുരളീധരൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മുഖ്യമന്ത്രിയും വി മുരളീധരൻ തമ്മിലുള്ള പോരൊക്കെ അവിടെ നിൽക്കുമ്പോൾ വി മുരളീധരനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആയുധങ്ങളൊക്കെ ഇടതുപക്ഷം കാര്യമായി ടാർഗറ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കുമ്പോഴും വി മുരളീധരൻ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ ഒരു മികച്ച മന്ത്രിയായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. കാരണം എത്രയോ മനുഷ്യരെ, പ്രത്യേകിച്ച് പ്രവാസികാര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് വിദേശത്ത് നിന്ന് നിരവധി ആളുകളെ, കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ നിർണായകമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ പെട്ട 2 പേരെ ഈ വിസ തട്ടിപ്പിനിരയായി പോയവരെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ വി മുരളീധരൻ്റെ ഇടപെടൽ വളരെ നിർണായകമായി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. 5 തെങ്ങ് ഉൾപ്പെടെയുള്ള കടലോര മേഖലയിൽ അവിടെ ധാരാളം വോട്ടുകളുള്ളതാണ്. അവിടെ കേന്ദ്രീകരിച്ചും വി മുരളീധരൻ നേരത്തെ തന്നെ പ്രചരണം നടത്തി. അവിടെയുള്ള, അതായത് സാധാരണഗതിയിൽ BJP ഒഴിച്ചിടുന്നതാണ്, ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളൊന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ അവിടെയും പ്രചരണം നടത്തി. അവിടെ കേന്ദ്ര മത്സ്യ വിഭവശേഷി മന്ത്രിയൊക്കെ കൊണ്ടുവന്ന് അവിടത്തെ കാര്യങ്ങളിൽ ഇടപെടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഇടപെടൽ ആ മണ്ഡലത്തിൽ നടത്തി. സാധാരണ നമുക്കൊരു BJP സ്ഥാനാർത്ഥിയെ പോലെ വി മുരളീധരനെ കാണാനാകില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, CPM ഏറ്റവും കൂടുതൽ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ ആറ്റിങ്ങൽ എന്നുള്ളതാണ്. കാരണം CPMന് കുറച്ച് സീറ്റെങ്കിലും പിടിക്കണമെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ വിട്ടൊരു കളിയില്ല. അതുകൊണ്ട് CPMന് ആ സീറ്റ് വേണം. തൊട്ടിപ്പുറത്ത് അടൂർ പ്രകാശ് ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ എന്തൊക്കെ പണിയെടുക്കണമെന്ന് അറിയാവുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിൽ ഒരാളാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കുറച്ചു കാലമായി അടൂർ പ്രകാശിനെ സംബന്ധിച്ച് ലോക്സഭയിലേക്ക് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് സംസ്ഥാന നിയമസഭയിൽ മത്സരിക്കുക എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് വീണ്ടും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അടൂർ പ്രകാശിനെതിരെ, അതുകൊണ്ട് എന്ന് മാത്രമല്ല, അല്ലാതെ തന്നെ അവിടെ കോൺഗ്രസിൽ പല വിഭാഗങ്ങളും രംഗത്ത് വരികയും BJPക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന തരത്തിലുള്ള ക്രോസ് വോട്ട് ചെയ്യണം എന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുന്നു. ചില BJP നേതാക്കൾ അടൂർ പ്രകാശുമായി പലതരത്തിലുള്ള ബന്ധങ്ങൾ വെക്കുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ അവിടെ CPMനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. പക്ഷേ കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരമെന്ന് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച ആറ്റിങ്ങലിൽ മറ്റൊരു സാധ്യതയുള്ളത്, ഈ ത്രികോണ മത്സരം കൃത്യമായി നടക്കുന്നിടത്ത്, അതായത് ക്രോസ് വോട്ടിംഗ് ഇല്ലാതെ മത്സരം നടക്കുന്നിടത്ത് BJPക്കും ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ നോക്കൂ, 90,000-ൽ നിന്ന് 2.5 ലക്ഷത്തിലേക്ക് വളരെ എളുപ്പം BJPക്ക് എത്താൻ കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി എത്തിയപ്പോൾ വി മുരളീധരനും ഒട്ടും പിന്നിലല്ല. അതുകൊണ്ട് തന്നെ
ആ നിലയിലൊരു കുതിച്ചുചാട്ടം, ഒരു 50,000 വോട്ട് കൂടി അധികമായി പിടിച്ചാൽ ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുകൂടി നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ പൊതുവിലുള്ള ഒരു ത്രികോണ പോരാട്ടം, ശക്തമായ ത്രികോണ പോരാട്ടം എന്ന നിലയിൽ ആറ്റിങ്ങലിൽ CPM-ൻ്റെ ഒക്കെ വലിയ അടിത്തറ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഭരണവിരുദ്ധ വികാരം അത് CPM-ന് തുണയാകില്ല. അടൂർ പ്രകാശിന് തോൽക്കാനൊരു മനസ്സുണ്ട്. ഒരു കോൺഗ്രസ് വോട്ടുകൾ വീണ്ടും BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയും അവിടെയുണ്ട്. ഒരുപക്ഷെ അടൂർ പ്രകാശ് വി മുരളീധരൻ ഒരു ധാരണ പോലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആറ്റിങ്ങലിൽ ആകെ കണക്കെടുത്താൽ BJP-ക്കുള്ള സാധ്യത തന്നെയാണ് അവിടെ കാണുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തെക്കാൾ കൂടുതൽ BJP-ക്ക് സാധ്യത പ്രതീക്ഷിക്കേണ്ടി വരുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറിയിരിക്കുകയാണ്. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി.